ലിക്വിഡിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റിൽ ബൈ ഓർ സെൽ ഡിമാൻഡ് ബിക്കം ലിക്വിഡിറ്റി. ഞാൻ വെരി സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറയാം. എനിക്കിപ്പോൾ 10 മൊബൈൽ ബൈ ചെയ്യണം. ഞാൻ ഷോപ്പിൽ പോകുന്നു, ബട്ട് അവിടെ ഓൺലി 8 മൊബൈൽ അവൈലബിൾ ആണ്. സോ ഞാൻ നെക്സ്റ്റ് ഷോപ്പിൽ പോകുന്നു, അവിടെ മൊബൈൽ അവൈലബിൾ ആണ്. ബട്ട് ഞാൻ എൻ്റെ ബൈ പ്രൈസ് പറയുന്നു 5 മൊബൈൽ ഞാൻ 1 lakhും അനദർ 5 മൊബൈൽ ഞാൻ 50,000 കൊടുക്കാം എന്ന്. ഓക്കെ, ഇതാണ് എൻ്റെ ബൈ പ്രൈസ്. ഇത് തന്നെയാണ് ഒരു ഡിമാൻഡ്. ഓക്കെ, സോ ഇത് ഓൺലി നമ്മുടെ മാർക്കറ്റിൽ സപ്ലൈ ഓർ ഡിമാൻഡ് സോണിലാണ് ഇത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇതിൽ തന്നെ നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് എന്താണ്, ലിക്വിഡിറ്റി ഗ്രാബ് എന്താണെന്ന് നമുക്ക് നോക്കാം. ലിക്വിഡിറ്റി ഗ്രാബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് ഇൻസ്റ്റന്റ് മൂവ് ഉണ്ടാവും. അത് തന്നെയാണ് ലിക്വിഡിറ്റി ഗ്രാബ്. ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഔട്ട്, ഒരു സോൺ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് റിവേഴ്സ് എടുക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ലിക്വിഡിറ്റി സ്വീപ്പ്. ഇനിയും നമുക്കറിയണോ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ആൻഡ് ഇന്റർണൽ ലിക്വിഡിറ്റി. എക്സ്റ്റേണൽ ലിക്വിഡിറ്റി മേജർ സപ്പോർട്ട് ആൻഡ് മേജർ റെസിസ്റ്റൻറ്റ്, ഇതാണ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി. ഓക്കെ, ഇനി ഇതിൻ്റെ ബിറ്റ്വീൻ വരുന്നതാണ് ഇന്റർണൽ ലിക്വിഡിറ്റി.